ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെൻഡൻറ്റ് മാലയാണ് കേട്ടോ. സാരിക്കൊക്കെ ചെയ്യാൻ പോകുന്ന ടൈപ്പ് പെൻഡൻറ്റ് വരുന്ന മാലയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കളറ് ക്രിസ്റ്റൽ, അതായത് ഗ്ലാസ് ബീഡ്സ് ആണ് കേട്ടോ. ക്രിസ്റ്റൽ അല്ല, നമ്മുടെ സാധാ ബീഡ്സിലൊരു ഗ്ലാസ് ടൈപ്പ് വരുന്ന ബീഡാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു 3 കളേഴ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ബീഡോ എന്ത് വേണേലും എടുക്കുക. ഇതിൻ്റെ പേരാണ് കേട്ടോ പെൻഡൻറ്റ്. ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണേ. നമ്മൾ ഇന്ന് ചെയ്യുന്ന വർക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോർഷനാണ് ഇത്. 2 സൈഡ് ഹോൾസ് ടൈപ്പ് പെൻഡൻ്റ് ആണ് കേട്ടോ. ഇത് എന്താ പറയുക, ഒരു സൈഡ് നല്ല എന്താ പറയുക വേറൊരു ലുക്കും ബാക്ക് സൈഡ് വേറൊരു ലുക്കും വരുന്ന ഒരു ഐറ്റമാണ് പെൻഡൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് ഹോൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നമുക്ക് ഇത് വന്നിട്ട് സമൂസ ബീഡെന്നൊക്കെ പറയും കേട്ടോ, അല്ലെങ്കിൽ സമൂസ ലോക്ക് എന്ന് പറയും കേട്ടോ. ഇത് 4 ലെയറായിട്ടാണ് വരാം. നമുക്ക് പെൻഡൻറ്റ് വെച്ച് ചെയ്യുന്ന വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 3 ലെയേഴ്സ് 4 ലെയേഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ സമൂസ ലോക്ക് എന്ന് പറയുന്ന ഐറ്റം. ഓക്കെ, പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബാക്ക് റോപ്പാണ്. പിന്നെ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡൻ ബീഡ്സ്, ഗ്ലാസ് ബീഡ് 2 ടൈപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാമെന്നോ, നമ്മുടെ സമൂസ ലോക്ക് എടുക്കുക. ആദ്യം ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് സമൂസ ലോക്കിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? അത് ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻഡ് ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ത്രെഡ് എടുക്കുക, എന്നിട്ട് ഗിയർ ലോക്ക് എടുക്കുക, എന്നിട്ട് നമ്മൾ സമൂസ ലോക്കിൻ്റെ ഉള്ളിലൂടെ ആദ്യം ആ ത്രെഡിനെ, അതായത് ഗിയർ ലോക്കിനെ താഴത്തോട്ടാക്കിയിട്ട് ത്രെഡിനെ മാത്രം എന്ത് ചെയ്യുക, ഉള്ളിലൂടെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഗിയർ ലോക്കിനെ ആ ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്ത് ലോക്ക് ചെയ്തെടുക്കാം. ഗിയർ ലോക്ക് ചെയ്യുന്നപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ആർക്കെങ്കിലും ആ ഒരു പോർഷൻ മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു 3 ലെയേഴ്സിലോട്ട് നമുക്ക് ഈ ബീഡ്സ് സെറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഈ പെൻഡൻറ്റ് വരുന്നത് നമ്മുടെ ജസ്റ്റിൻ്റെ സൈഡിലോട്ടാണ്. നോർമലി നമ്മൾ മാലയ്ക്ക് ലോക്കറ്റ് കൊടുക്കുക എവിടെയാണ്, നമ്മുടെ താഴെ, അതായത് കറക്റ്റ് സെൻറ്ററിലാണ് അല്ലേ. ഇതൊരു സൈഡ് ഭാഗത്ത്, അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്താണ് കേട്ടോ ഈ പെൻഡൻറ്റ് വരിക. അപ്പോൾ ആ ഒരു അളവ് വരുന്ന വരെ എന്ത് ചെയ്ത് കൊടുക്കുക, ഇതുപോലെ നമ്മൾ ബീഡ്സുകൾ ഇട്ട് കൊടുക്കുക. അപ്പം 3 ലെയർ, ഞാൻ സെൻറ്ററിൽ റെഡ്, 2 സൈഡിൽ ഗ്രീന്, ആ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിലിറ്റി ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ബീഡ്സ് എപ്പോഴും നല്ല ടൈറ്റായിട്ട് ഇട്ട് വയ്ക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മൾ ആ ഗിയർ ലോക്കൊക്കെ കാണാത്ത രീതിക്ക് അടുത്തടുത്ത് ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഫിനിഷിങ് വരിക. അപ്പം നമ്മൾ ഈ ഒരു ടൈപ്പ് ചെയ്യുന്ന മറ്റൊരു ബീഡും കൂടെ ഉണ്ട്. ഗേറ്റ് ബീഡ്സ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന ബീഡാണ് കേട്ടോ ആ ഗേറ്റ് ബീഡ്. അപ്പം ഞാനത് ഏകദേശം ബീഡ്സ് ഒരു സൈഡ് പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പെൻഡൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു രണ്ട് സൈഡിലോട്ടും ഹോൾസ് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് പെൻഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 3 ഹോൾസാണ് വരുന്നത്. ആ 3 ഹോൾസിൻ്റെ ഉള്ളിലൂടെയും ഓരോ ലെയേഴ്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ പെൻഡൻറ്റ് ലോക്കിങ് അല്ലെങ്കിൽ പെൻഡൻറ്റ് ഇടുന്നതൊന്നും വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ടാസ്ക് പിടിച്ച വർക്കൊന്നും അല്ല കേട്ടോ, പെട്ടെന്ന് സെറ്റായി കിട്ടുക. അപ്പോൾ അതേ ഞാനത് ആ പെൻഡൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ടൈറ്റ് ചെയ്യുക മീൻസ് അതൊന്ന് നന്നായിട്ടൊന്ന് മുകളിലോട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇടുന്ന ബീഡ്സ് 2 സൈഡും ഒരേ അളവിലായിരിക്കണേ. അപ്പോൾ ഇതേ ഞാനത് കംപ്ലീറ്റ് ആയിട്ടും ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഡ്സ് ഇടുന്ന ഭാഗം ഞാൻ വെറുതെ കാണിച്ചിട്ടില്ല, വീഡിയോ വെറുതെ ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കാണിച്ചിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് സമൂസ ലോക്ക് ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് സമൂസ ലോക്കിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യുക, ത്രെഡിനെ ഇട്ടിട്ടെടുക്കുക. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ചെയ്ത പോലെ അല്ല, ഇവിടെ ലോക്ക് ഇടുമ്പോൾ നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ലോക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം നല്ല രീതിക്ക് വലിക്കണം. നല്ല രീതിക്ക് എന്ന് വെച്ചാൽ നന്നായിട്ട് ടൈറ്റായിട്ട് വരണം. ഓക്കെ, ആ ഒരു പോർഷൻ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ. കാരണം ഫസ്റ്റ് സൈഡ് നമ്മൾ നന്നായിട്ട് വലിക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. പക്ഷേ ഓപ്പോസിറ്റ് സൈഡ് നന്നായിട്ട് വലിച്ച് ടൈറ്റായിട്ട് ഇരുന്നാലേ നമുക്ക് ആ ഒരു ഷേപ്പും അതിൻ്റെ ആ ഒരു പെർഫെക്ഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് നന്നായിട്ട് വലിച്ച് തന്നെ ടൈറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ഈ പെൻഡൻ്റ് ഉണ്ടല്ലോ, ഇത് നമുക്ക് 2 സൈഡ് ചെയ്യാൻ പറ്റും, 2 സൈഡിലോട്ടായിട്ടും ചെയ്യാൻ പറ്റും. അത് നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതും ഇപ്പം നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. എന്താണ്, ഹാഫ് ഇട്ട് കൊടുക്കുക, അത് കഴിഞ്ഞ് പെൻഡൻ്റ് ഇടുക, അത് കഴിഞ്ഞ് ബീഡ്സ് ഇടുക. നേരെ ഓപ്പോസിറ്റ് സൈഡും അതേ അളവിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ എവിടെയാണോ ഫസ്റ്റ് പെൻഡൻ്റ് ഇട്ടേ അതേ അളവിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഞാനിവിടെ ജംപറിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജംപറിങ് ഇട്ട് ലോക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മളുടെ ബാക്ക് റോപ്പും കൂടെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇതൊന്നും ഒരുപാട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഈ പോർഷൻസൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം പരിചയമായി എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ ബാക്കൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മളുടെ പെൻഡൻറ്റ് മാല സെറ്റായി വന്നിട്ടുണ്ട്, നോക്കിക്കേ. അപ്പോൾ നമ്മൾ ആ ടൈറ്റ് ചെയ്യുന്നതിലാണ് കേട്ടോ ഏറ്റവും നല്ല പെർഫെക്ഷൻ വരുന്നത്. ആ ഒരു